അതുകൊണ്ട് ഇപ്പോൾ ഈ മാങ്ങ മേടിക്കണ്ട, മുരിങ്ങക്കായ ഇപ്പോഴല്ല, കുറേ കൂടെ കഴിയും, അതുകൊണ്ട് വേണ്ട. മറിച്ച് നിങ്ങളിപ്പോഴത്തെ പെണ്ണുങ്ങൾ എന്ത് ചെയ്യും? ഇപ്പോഴാണ് അവിയൽ വെക്കേണ്ടത്. മുരിങ്ങക്കായും മാങ്ങയും ഇന്ന് പോകുമ്പോൾ മേടിച്ചുകൊണ്ട് വന്നാൽ നിങ്ങളോട് 10 പ്രാവശ്യം പറഞ്ഞു മുരിങ്ങക്കായും മാങ്ങയും കൊണ്ട്, ബാക്കിയൊക്കെ ഞാൻ അരിഞ്ഞു വെച്ച് കാത്തിരിക്കുക. പോടാ മോനെ, മാരുതി എടുത്തുകൊണ്ട് പോകും, മാങ്ങായും മുരിങ്ങക്കായും മേടിച്ചു. ഇപ്പം കയറിയാലേ കയറുള്ളൂ. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇവൻ്റെ കാലിനുമൊക്കെ വേദന, നീർക്കെട്ട്, ആമവാദം ഒക്കെ ആയിട്ട് നേരെ ആശുപത്രി. അൺസീസണലായി കഴിച്ചതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ, കാരണം ആഹാരത്തെക്കുറിച്ച് ചോദ്യമൊന്നുമില്ല, ഇത് തൽക്കാല ശമനത്തിന് പറ്റിയ 2 ഇഞ്ചക്ഷൻ 2 മരുന്ന് അടിച്ചു കയറ്റുക. 3-ാം ദിവസം ലിവർ തട്ടി, 4-ാം ദിവസം കിഡ്നി തട്ടി. ഇങ്ങനൊരു ജീവിതം. അപ്പോൾ അതിൻ്റെ നടുക്കാണ് ഞങ്ങൾ ഈ ചോദിക്കുക, ഈ ജീവിതം എന്തിനു തന്നു ആണ്ടി വടിവേല? ശരിയല്ലേ? എന്തിനിങ്ങനെ ജീവിക്കണം? ജീവിക്കുന്നെങ്കിൽ മനുഷ്യരായി ജീവിക്കണം. 10 ദിവസം എങ്കിൽ 10 ദിവസം. അതിന് തൃഷ്ണയൊക്കെ ഒന്ന് മാറ്റി വെച്ച് നോക്കി, മുഖം വലിഞ്ഞു മുറുകുമോ? കോപം ഉണ്ടാവുമോ? നിങ്ങൾക്ക് വരുന്ന കോപങ്ങൾ, താപങ്ങൾ, ദുഃഖങ്ങൾ, വെറുപ്പുകൾ എല്ലാം നിങ്ങളുടെ തൃഷ്ണയിൽ നിന്നാണ്. തൃഷ്ണയ്ക്ക് ഒരു അതിർത്തിയില്ല. അവനവൻ്റെ വീട്ടിലിരുന്ന് തൃഷ്ണ പുലർത്തുന്നത് പോലും മനസ്സിലാക്കാം. രാവിലെ യോഗവാസിഷ്ടം കേൾക്കാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ആശ്രമത്തിൻ്റെ മുറ്റത്തൂടെ നടക്കുമ്പോൾ ഈ ആശ്രമം എങ്ങനെയായിരിക്കണം എന്ന് ഒരേ തൃഷ്ണയുണ്ടാവുക. എന്നിട്ട് സജഷനൊക്കെ അവിടുത്തെ മഠാധിപതിയോടും ബാക്കി സ്വാമിമാരോടും ഒക്കെ ചെന്ന് അത് അവിടെ വേണം, ഇതിവിടെ വേണം, ഇതിങ്ങനെ ചെയ്താൽ നല്ലതാണ്, ഇല്ലേ? ഇസ് ഇറ്റ് നോട്ട്? ശരിയല്ല? ഒടുവിൽ സ്വാമിമാർ പോലും വിഷമിക്കും. കാരണം എന്താ വെച്ചാൽ ഇത്രയും പേരുടെ തൃഷ്ണ ആശ്രമത്തിൽ നടപ്പാക്കാനായിട്ടൊരുങ്ങിയാൽ രാവിലെ ഇത് കിഴക്കോട്ട് ദർശനവും വൈകുന്നേരം ആകുമ്പോൾ ഇത് പടിഞ്ഞാറോട്ട് ദർശനവും ആകേണ്ടി വരും. ഇങ്ങനെയാണ് ലോകം പോകുന്നത്. നിങ്ങൾ കയറി ചെല്ലുന്ന വീടുകളിൽ അയൽവക്കത്തി എന്നൊരു അച്ചാറ് കൂട്ടിയാൽ മതി, ഉടനെ ഒരു ചോദ്യം, ഇതെങ്ങനെയാണ് ഉണ്ടാക്കി, ഇതിൻ്റെ കോമ്പിനേഷൻ എങ്ങനെയാണ്? ഇത് വന്നിട്ട് ഇതിന് കൂടെ വന്ന് കഴിക്കാത്ത ഭാര്യയോട് പറയും അവിടെ നിന്നൊരു അച്ചാറ് കഴിച്ചു. അപ്പോഴേ ഇവിടെ തീരുമാനിക്കും സംഗതി നമ്മളോടുള്ള പ്രിയമൊക്കെ പോയി. പിന്നെ ഈ അച്ചാറ് വെക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. എത്ര വെച്ചാലും അന്ന് കഴിച്ച പോലെ ആയില്ല. അതിൻ്റെ കാരണം വെച്ചാൽ അന്ന് ഇതുപോലെ സ്വാതന്ത്ര്യത്തിലല്ല കഴിച്ച, തൃഷ്ണയിലാണ് കഴിച്ച. പറഞ്ഞാൽ മനസ്സിലായില്ല? ചിലപ്പോൾ നന്നായി വിശന്ന് ചെന്നിട്ട് വല്ല ഹോട്ടലിൽ നിന്നും തിന്നും. അതുപോലെ ഉണ്ടാക്കി തരണമെന്ന് ഭാര്യയോട് പറയും. നടക്കൂ. വിശപ്പുണ്ടാകണ്ടേ? വീട്ടിലിരിക്കുമ്പോൾ ഇയാൾക്ക് വിശപ്പില്ല. വീട്ടിലിരിക്കുമ്പോൾ വിശപ്പില്ലാത്തവന് വീട്ടിലെ ഭക്ഷണം കഴിച്ചാൽ ഒരു തൃപ്തിയും വരില്ല. വിശന്ന് കഴിക്കുന്നത് അലഞ്ഞു നടക്കുമ്പോഴാണ്. അതുകൊണ്ട് തെരുതര വിളിച്ച് കൊടുക്കരുത്. സ്നേഹം ഉണ്ടാകണമെങ്കിൽ വിശക്കുമ്പോഴേ കൊടുക്കാവൂ. നല്ല ഭാര്യമാർക്ക് ഇതറിയാം. വിശക്കട്ടെ എന്നിട്ട് തരാം എന്ന മട്ടിൽ ആ കുഞ്ഞിനെ പോലും കുഞ്ഞ് വാരി വിതറുകയില്ല. ഇത് രാവിലെ 7 മണിക്ക് കുഞ്ഞിന് കോമ്പളാൻ കലക്കി കൊടുക്കും. 7:30 ആകുമ്പോൾ സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നിരുന്ന പീഡിയാഷുർ കൊടുക്കും ആ പ്രായത്തിനുള്ള. 7:45 ആകുമ്പോൾ പാലും വൈറ്റ് ഓട്സും കൊടുക്കും. 8 മണിയാകുമ്പോൾ ഇഡലി കൊടുക്കും. ഇതൊക്കെ തിന്നാൻ കുഞ്ഞു വാവൊളിച്ചിരുന്നോണം. കുഞ്ഞു വാവൊളിച്ചിരിക്കില്ലെങ്കിൽ നിക്കും ഡിക്കും പോകോയും കൊച്ചി TV ഒക്കെ വെച്ച് കൊടുക്കും. അത് കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ അറിയാതെ കുഞ്ഞു വാവൊളിക്കും, അറിയാതെ ചെല്ലും. കുറച്ച് കഴിഞ്ഞ് ഛർദ്ദിച്ചാൽ കിടന്ന് ബഹളം വെക്കും. ഡോക്ടറെ വിളിക്കും, കുഞ്ഞ് ഛർദ്ദിക്കുന്നു, 2 ടാബ്ലറ്റ് കൂടെ കൊടുക്കാൻ പറയും. മനസ്സിലായില്ല? അവസാനം രാത്രിയാകുമ്പോൾ ഡോക്ടർ മടുക്കും. അപ്പോൾ ഡോക്ടർ പറയും 4 എണ്ണം നിങ്ങളും കഴിച്ച് കിടക്കാൻ പറയും.
ഇത് കൊടുക്കാവുന്നതിൻ്റെ മാക്സിമം ഡോസായി. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കഴിപ്പിക്കുകയല്ല, എന്ത് ചെയ്യാൻ പറ്റും? ഞാനീ പറയുന്നതൊക്കെ നുണയാണോ? എന്തൊരു തള്ള! പഴയ തള്ളയ്ക്കാണ് അറിയാം, അവൻ വിശക്കുമ്പോൾ ഇങ്ങനെ വരും. എന്താണ് ഈ അടുക്കളയിൽ കിടന്ന് മുരളുന്നതും കറങ്ങുന്നതും? പോയി കളിക്കടാ. കളിച്ചു വിശന്ന് ജീവനെടുത്ത് വരുമ്പോൾ തള്ള ഒരു കാര്യം ചെയ്യും, ഒരുമാതിരി കൊള്ളാവുന്ന പലഹാരമൊക്കെ പൂട്ടി വെച്ചിട്ടുണ്ടാവും. അവൻ എത്തുന്നിടത്തെങ്ങും ഒരു സാധനം കാണുകയില്ല. തള്ള കൊടുക്കുന്ന സാധനം അവൻ കഴിച്ചേ പറ്റുള്ളൂ ആ സമയത്ത്. കാരണം വിശന്നിട്ട് നിവൃത്തിയില്ല. അതുകൊണ്ട് അവനതിൻ്റെ രുചി പിടിക്കും. അങ്ങനെ അവന് രുചി ഉണ്ടാക്കി കൊടുക്കും. അതിനിടയിൽ അവനൊരു കാര്യം ചെയ്യും, ചെറുപ്പത്തിൽ തള്ള അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമ്പോൾ തള്ളയെ ചട്ടുകൊക്കെ എടുത്ത് അവിടെ വെച്ചേക്കും. എന്തിനാന്ന് വെച്ചാൽ ആ അലമാരിയുടെ കൊളുത്തിന് പൂട്ടിയിട്ടുള്ളതിൻ്റെ ഇപ്പുറത്തെ സ്ക്രൂ ഊരാൻ. അന്ന് സ്ക്രൂ ഡ്രൈവറൊന്നുമില്ല. പിച്ചാത്തിയോ ചട്ടുകോ കൊണ്ട് ഇവൻ തന്നെ ഊരി സുഖമായിട്ട് 2 ഉണ്ണിയപ്പൊക്കെ അടിച്ച് പതുക്കെ അതുപോലെ തന്നെ ഒരു തീപ്പെട്ടിക്കൊള്ളി അതിനകത്ത് കയറ്റി പതുക്കെ നല്ലപോലെ വെച്ച് പോകുമ്പം ഇവൻ്റെ കക്കാനുള്ള വാസന ചെറുപ്പത്തിലെ തീരും. ചെറുപ്പത്തിലെ കക്കാനുള്ള വാസന തീർന്നാൽ, ചെറുപ്പത്തിലെ വല്ലവരുടെയും ശരീരം കാണാനുള്ള വാസന തീർന്നാൽ, ചെറുപ്പത്തിൽ തന്നെ തീർന്നാൽ അവൻ കൃഷ്ണനായി വളരും. ചെറുപ്പത്തിൽ അത് തീർന്നില്ലെങ്കിൽ അവൻ പീഡിപ്പിക്കുന്നവനാവും. ചെറുപ്പത്തിൽ അത് തീർന്നില്ലെങ്കിൽ അവൻ വലിപ്പത്തിൽ കക്കും, ജയില് ഫലമാവും. ഇത് പഠിക്കണമെങ്കിൽ ഇന്ത്യൻ മനഃശാസ്ത്രം പഠിക്കണം. അല്ലാതെ ഈ ചുമട്ട് തൊഴിലാളികളെ പോലെ കുറേ ഇംഗ്ലീഷ് പൊത്തനവും ചുമന്ന് കമ്മ്യൂണിക്കേറ്റിംഗ് ഇംഗ്ലീഷും പഠിച്ച് അമ്പടാ ഞാനേ എന്ന് ഭാവിച്ച് 2 അടി പൊങ്ങി ഉപ്പൂറ്റി പൊങ്ങി ചെരുപ്പ് ഇട്ട് വാനിറ്റി ബാഗും തൂക്കി തെക്കോടൊക്കെ നടന്നാൽ പോരാ. ഇന്ന് ഞാൻ ക്ലാസ്സേ എടുത്തിട്ടില്ല. കാരണം നിങ്ങൾ എന്നെ ഇന്ന് ചൊറിഞ്ഞ ദിവസമാണ്. ചൊറിഞ്ഞാൽ മനസ്സിലായില്ലേ? എൻ്റെ അഭിപ്രായത്തിൽ ഇതാണ് അറിയേണ്ടത്. നിങ്ങൾ ആവശ്യമില്ലാതെ രാവിലെ അല്ലേ ഒരുമാതിരി മതിയായെന്ന് തോന്നുന്നു, ക്ലാസ് എടുക്കാമെന്ന് തോന്നുന്നു, ഒരുമാതിരിയൊക്കെ തൃപ്തിയായെന്ന് തോന്നുന്നു. വയറൊക്കെ നിറഞ്ഞ മട്ടുണ്ട്. അപ്പോ തൃഷ്ണ ചപലബർഹിണി നീഹാരേ ഭൃശം സ്ഫുരതി ആലോകേ ആഗതേ ശമ്യതി ദുർലംഘേഷു പദം ധത്തേ. തൃഷ്ണയുടെ ആ രീതികൾ വർഷകാലം ആരംഭിക്കുമ്പോൾ മേഘം വരുമ്പോഴാണ് മാൻപേട സന്തോഷിക്കുന്നത്. അപ്പോഴാണ് ആൺമാൻ പീലി വിടർത്തി ആടുന്നത്. കണ്ടിട്ടുണ്ടാവും. തൃഷ്ണയാകുന്ന ചപലയായ മയിൽപ്പെണ്ണ് വർഷകാലാരംഭത്തിൽ സ്ഫുരിക്കുന്നു. അതിൽ നിന്ന് വരുന്ന ഒരു സ്രവത്തിൻ്റെ അനുഭൂതി വായുവിൽ നിന്ന് ഏൽക്കുമ്പോഴാണ് ആൺമാൻ പീലി വിടർത്തിയാടുന്നത്. ആ സ്ഫുരണം കൊണ്ടാണ്. അപ്പോഴാണ് ആൺമാനിനും ബോധം നഷ്ടപ്പെടുന്നത്. മയിൽ സോറി, ആൺമാനല്ല, ആൺമയിൽ. മാൻ എന്നറിയാതെ പറഞ്ഞു പോയത് ആൺമയിൽ. അപ്പോൾ തൃഷ്ണയാകുന്ന ചപലയായ മയിൽപ്പേട സ്ഫുരിക്കുമ്പോൾ വർഷകാല ആരംഭത്തിൽ നൃത്തം ചെയ്യുന്നു. അതിൽ പേടയല്ല നൃത്തം ചെയ്യുന്നത്, ആൺമാനാണ് നൃത്തം ചെയ്യുന്നത്. ആൺമയിലാണ് നൃത്തം ചെയ്യുന്നത്. സോറി, മാൻ എന്നറിയാതെ വന്നു പോകുന്നു.
ആൺമയിലാണ് നൃത്തം ചെയ്യുന്നത്. നൃത്തം ചെയ്യുവാനുള്ള കാരണം പെൺമയിലിൽ നിന്ന് വരുന്ന ഒരു മോഹമാണ്. അതുകൊണ്ട് ആ പെൺമയിലിൽ നിന്ന് വരുന്ന മോഹം എന്നുള്ള തലത്തിൽ പഠിക്കണം. അതിന് വ്യാഖ്യാനം എഴുതിയിരിക്കുന്ന പലരും മയിൽപ്പേട നൃത്തം ചെയ്യുന്നു എന്ന മട്ടിലാണ് എഴുതിയിരിക്കുന്നത്. മയിൽപ്പേടയുടെ നൃത്തമുണ്ട്, പക്ഷെ അത് പീലി വിടർത്തിയല്ല, പീലി ആൺമയിലിനാണുള്ളത്. സൗന്ദര്യം ജീവജാലങ്ങളിൽ ആൺവർഗത്തിനാണ് ഉള്ളത്. പക്ഷേ കവികളും സാഹിത്യകാരന്മാരും സ്ത്രീയെ കച്ചവട വസ്തുവാക്കണമെന്ന് ആഗ്രഹിച്ചപ്പോഴൊക്കെ സൗന്ദര്യ സങ്കല്പങ്ങൾ സ്ത്രീക്കാണ് നൽകിയിരിക്കുന്നത്, മനുഷ്യനിൽ മാത്രം. അത് ആസൂത്രിതവും കെട്ടിച്ചമച്ചതുമാണ്. അതിൽ അഭിമാനിക്കുന്നത് കൊണ്ടാണ് പിള്ളയും നായരും ഒക്കെ ഇപ്പം കിടന്ന് അരങ്ങ് തകർക്കുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ളിടത്ത് അത്രയും സൗന്ദര്യ സങ്കല്പം വന്നിട്ടുണ്ടാവില്ല. കാരണം കവികൾ ബാക്കിയുള്ളവരുടെ കൂട്ടത്തിൽ കുറവായിരിക്കണം. അപ്പോൾ തൃഷ്ണയാകുന്ന ചപലയായ മയിൽപ്പേട വർഷകാലത്തിൽ സ്ഫുരിക്കുന്നു, നൃത്തം ചെയ്യുന്നുവെന്നാണ് അർത്ഥം പലരും കൊടുത്തിരിക്കുന്നത്. അല്ല, സ്ഫുരിക്കുന്നു. ആ സ്ഫുരണത്തിൽ നിന്നാണ് ആൺമയിൽ നൃത്തമാടുന്നത്. ആലോകേ ആഗതേ ശമ്യതി, വിവേകമുദിക്കുമ്പോൾ ശരത്കാലത്തിൽ പീലി പൊഴിയുന്നു. മേഘാവൃതങ്ങളായ വർഷകാലം കഴിഞ്ഞു. ഇപ്പം മയിലുള്ള ഏരിയയിൽ ചെന്നാൽ കാണാം പീലിയില്ല, പീലിയെല്ലാം പൊഴിച്ചിട്ടുണ്ടാവും. ഇപ്പോഴായതുകൊണ്ട് മിക്കവാറും എല്ലാ ഏരിയയിലും മയിലുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, എവിടെയൊക്കെ ഉണ്ടോ? ഇല്ല, ഇല്ല. ഇപ്പം ഈ തൃപ്പൂണിത്തറയൊക്കെ കാടുകളിലുണ്ടെന്ന് തോന്നുന്നു, ഇല്ലേ? ഇപ്പം എല്ലായിടത്തും ഉണ്ട്. അമ്പലത്തിലൊക്കെ ഒരെണ്ണമൊക്കെ അല്ലേ കാണും. ഇതിപ്പോൾ ഈ മിക്കവാറും പ്രദേശങ്ങളിൽ ഇപ്പം മയിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇപ്പം പീലി പൊഴിയും, ശരത്കാലത്തിൽ പൊഴിയും. വിവേകം വരുമ്പോൾ തൃഷ്ണ പീലി വിടർത്തി ആടില്ല. തൃഷ്ണ ഉണ്ടോ? വിവേകമില്ല. ഇങ്ങനെ ഇത് പഠിക്കണം. കുട്ടിക്കാലത്ത് അച്ഛനമ്മമാർ കുട്ടികളോട് പറയും ഇത് തൃഷ്ണയാണ്, ഇത് അവിവേകം കൊണ്ടുവന്നതാണ്, ഇതാണ് വിവേകം. വിവേകം കൊണ്ടെടുക്കുന്ന ഏത് തീരുമാനവും ആനന്ദമുണ്ടാക്കും. തൃഷ്ണ കൊണ്ടെടുക്കുന്ന ഏത് തീരുമാനവും ദുഃഖിപ്പിക്കും. ആധുനികന്റെ കൂട്ടുകെട്ടുകളും പ്രിയാപ്രിയങ്ങളും തൃഷ്ണ കൊണ്ടാണ്. ഒരാളെ കണ്ടു, അയാളുമായി തൃഷ്ണ തോന്നി അടുത്തു. തൃഷ്ണ വന്നാൽ അയാൾ ആടുന്നതും പാടുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും നടക്കുന്നതും ആഹാരം കഴിക്കുന്നതുമൊക്കെ എൻ്റെ ഇഷ്ടത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് വഴക്ക് തുടങ്ങുന്നത്. വിവേകം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം ആവശ്യമാണോ ആഗ്രഹമാണോ? വിവേകിയായവൻ ആവശ്യങ്ങൾക്ക് മാത്രമേ പ്രാധാന്യം കൊടുക്കൂ. വിവേകിയായ ഒരു ഡോക്ടർ അദ്ദേഹത്തിന് ഓഫീസിൽ പോകണ ഒരു കാറ് വേണം, അത് ആവശ്യമാണ്. മനസ്സിലായില്ല? താൻ ഡോക്ടറാണ്, തൻ്റെ വരുമാനം ഇന്നതാണ്, തനിക്ക് അടയ്ക്കാനുള്ള കാശ് മെഡിക്കൽ കമ്പനികൾ ഇഷ്ടം പോലെ തരുന്നുണ്ട്, അത് മേടിച്ചാൽ ഇത് അടയ്ക്കാൻ എളുപ്പമാണ്, ഭാര്യയ്ക്കും പിള്ളേർക്കും ചെത്തി നടക്കാനൊരു കാറ്, എനിക്ക് വേറൊരു കാറ് എന്ന് ചിന്തിക്കുമ്പോൾ അത് ആവശ്യമല്ല, അവിവേകമാണ്, അത് തൃഷ്ണയാണ്. മനസ്സിലായി?
കുറച്ച് കഴിയുമ്പോൾ, കാരണം ഭാര്യ, ഈ ജോലിയൊന്നുമില്ലാത്ത ഭാര്യ ഡോക്ടറുടെ ഭാര്യ എന്ന നിലയിൽ കാറയിലൊക്കെ പോകാൻ തുടങ്ങി, ക്ലബിലൊക്കെ ചേരാൻ തുടങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ ഡോക്ടറെ അനുസരിക്കാതിരിക്കാൻ തുടങ്ങി, ഡോക്ടർ വെള്ളം അടിക്കാൻ തുടങ്ങി. തൃഷ്ണയുടെ ഫലമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആധ്യാത്മികതയായി, ഭൗതികത പൂർണ്ണമായി വിട്ടു. കാരണം വെച്ചാൽ കഞ്ചാവ് പൊടിക്കും, ആധ്യാത്മികതയായി ഏതെങ്കിലും അമ്പലത്തിൻ്റെ മുറ്റത്തിരുന്ന് ജീവിതവും കളയും. അത് കഴിയുമ്പോൾ നാട്ടുകാരൊക്കെ പറയും, എന്തൊരു നല്ല ഡോക്ടറായിരുന്നു, എത്ര ഉത്തമനായിരുന്നു, എന്തുമാത്രം സർജറി നടത്തിയിട്ടുള്ള ആളാണ്, എത്ര കേമനാണ്. വല്ലാതായിപ്പോയി. ഇത് തന്നെയാണ് ഞങ്ങൾ സ്വാമിമാരും. ഡോക്ടർമാരെ മാത്രമൊന്നും കരുതണ്ട, ഞങ്ങളും അങ്ങനെയാണ്. കാരണം ഞങ്ങൾ നിങ്ങളുടെയൊക്കെ കൂടെ കൂടുമ്പോഴേക്ക് നിങ്ങൾ പതുക്കെ നിങ്ങളുടെ തൃഷ്ണയെല്ലാം, നിങ്ങൾക്ക് സാധിക്കാത്ത തൃഷ്ണയെല്ലാം സ്വാമിയിലൂടെ സാധിച്ചെടുക്കാൻ ശ്രമിക്കും. സ്വാമി അത് വേണ്ടേ, ഇത് വേണ്ടേ. സ്വാമി വിചാരിക്കും അയാളെന്താ ആദ്യമൊക്കെ തീരുമാനിക്കും, ഇതൊന്നും എന്നെ വീഴിക്കുകയിലാണ്. മനസ്സിലായില്ല? ഞാനരെ എന്നെ ഇതൊന്നും വീഴിക്കുകയൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ തിത്തത്തയ്യെന്ന് വീണ് കിടക്കുമ്പോഴും പറയും, എന്നെ വീഴിക്കില്ല. ഇതാണ് പറ്റുന്നത്. തൃഷ്ണ ആണോ, ആവശ്യമാണോ? അതാദ്യം സ്വേച്ഛാപ്രാരബ്ധത്തിൽപ്പെട്ടതാണോ? 100 വട്ടം ആലോചിക്കാം. തൃഷ്ണയല്ല എന്നറിയുന്ന വിവേകത്തിന് 3 സമീചീന സംഭാവനകളുണ്ട്. അവയിലൊന്നാണ് സ്വേച്ഛാപ്രാരബ്ധം. എൻ്റെ ഒരാവശ്യത്തിന് വേണ്ടിയാണ്. 2 പരേച്ഛാപ്രാരബ്ധം. എനിക്ക് യാതൊരു ആവശ്യമില്ല ഈ സാധനം, പക്ഷെ എൻ്റെ മനസ്സ് വികസിച്ചിരിക്കുന്നു. ഇതെൻ്റെ കുഞ്ഞിന് ആവശ്യമാണ്, ഇതെൻ്റെ അമ്മയ്ക്ക് ആവശ്യമാണ്, ഇതെൻ്റെ ഭാര്യയ്ക്ക് ആവശ്യമാണ്, എൻ്റെ കുടുംബാംഗങ്ങൾക്ക് ആവശ്യമാണ്, ഇതെൻ്റെ സമുദായത്തിന് ആവശ്യമാണ്, ഇതെൻ്റെ ഗ്രാമത്തിന് ആവശ്യമാണ്, ഇതെൻ്റെ രാജ്യത്തിന് ആവശ്യമാണ്. ഇത് പരേച്ഛാപ്രാരബ്ധം. സ്വേച്ഛയുമല്ല, പരേച്ഛയുമല്ല, പക്ഷെ ഇത് ആവശ്യമാണ്. അനിച്ഛാപ്രാരബ്ധം. ലോകത്തിന് ഇത് ആവശ്യമാകുന്നൊരു നിയോഗം എന്നിലുണ്ട്, അതുകൊണ്ട് ചെയ്യുക. അതിലെല്ലാം ആനന്ദമുണ്ട്. ഈഷദീഷത് വ്യത്യാസത്തിൽ സ്വേച്ഛാപ്രാരബ്ധത്തിലും പരേച്ഛാപ്രാരബ്ധത്തിലും അനിച്ഛാപ്രാരബ്ധത്തിലും ആനന്ദമുണ്ട്. കോപതാപാദികളില്ല, ദുഃഖമില്ല, സംഭ്രാന്തിയില്ല. ആവശ്യമല്ല എങ്കിൽ വിവേകം മറയുന്നു, തൃഷ്ണ വരുന്നു. എല്ലാത്തിലും ദുഃഖമുണ്ട്, കോപമുണ്ട്, താപമുണ്ട്, സംഘർഷമുണ്ട്. നിങ്ങൾ ഇതുവരെ ചെയ്ത ഇടപാടുകളിൽ എത്രയെണ്ണം സംഘർഷമുള്ളവ, ദുഃഖം തന്നവ, സമാധാനം നശിപ്പിച്ചവ ഉണ്ടോ? അവയെല്ലാം തൃഷ്ണയാണ്. ഏതെല്ലാം നിങ്ങൾ ഒളിച്ചു ചെയ്തു അതെല്ലാം തൃഷ്ണയാണ്. പറഞ്ഞാൽ മനസ്സിലായോ എന്നറിയില്ല. മറ്റൊരാൾ അറിയരുത് എന്ന് വിചാരിച്ച് നിങ്ങളെ ബഹുമാനിക്കുന്ന ആളുകൾ, ജനങ്ങൾ, അങ്ങനെയുള്ളവർ അറിയരുത് എന്ന് വിചാരിച്ച് രഹസ്യമായി എന്തെല്ലാം നിങ്ങൾ എത്ര കാലം കൊണ്ടുപോയി എങ്ങനെയെല്ലാം നേടിയോ അതെല്ലാം തൃഷ്ണയാണ്. അതെല്ലാം നിങ്ങളിൽ ദുഃഖത്തിൻ്റെ വടുക്കളുണ്ടാക്കും. അതെല്ലാം നിങ്ങളുടെ ആനന്ദത്തെ കെടുത്തും. അതെല്ലാം നിങ്ങളെ ഏകാന്തതകളിൽ വേട്ടയാടും. അതെല്ലാം നിങ്ങൾക്ക് രോഗങ്ങളെ സംഭാവന ചെയ്യും. അവയേ രോഗങ്ങൾ ഉണ്ടാക്കൂ. ഇവിടെയാണ് ചെറുപ്പം മുതൽ
വിവേകത്തിന് പ്രാധാന്യം കൊടുത്ത് പ്രാചീനർ വളരുകയും വളർത്തുകയും ചെയ്തത്. നൗ ഇറ്റ് ഈസ് ക്ലിയർ. ചോദ്യത്തിന് ഉത്തരം മനസ്സിലായി? ആവശ്യം എന്ന് പറയുന്നത് പരിമിതമാണ്. ആവശ്യം എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും രസകരമായ വസ്തുത. 25 രൂപ കയ്യിലുണ്ടെങ്കിൽ വൃത്തിയുള്ള നല്ല ഭക്ഷണം കേരളത്തിൽ ഇന്നും കിട്ടും. രാവിലത്തെ വയറ് നിറച്ച് കഴിച്ചിറങ്ങിപ്പോൾ ഏത് തീറ്റപ്പണ്ടാരത്തിനും ഒരു 35 രൂപ കയ്യിലുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ചോറും 3 മിനിമം സൈഡ് കറിയും 3 ഒഴിച്ചു കൂട്ടാനും കുട്ടി സുലഭമായി ഉണ്ടിട്ട് ഇറങ്ങിപ്പോരാ. നല്ല വൃത്തിയുള്ള ഇലകളിൽ നല്ല ഭംഗിയായി ഉണ്ടാക്കിയ ഭക്ഷണം. അപ്പോൾ ആവശ്യം ഹേതുവായി 25, 30, 55, വൈകുന്നേരം ഒരു 25. $80 രൂപ ഉണ്ടെങ്കിൽ ഒരുത്തിന് സുഖമായി കഴിയും. അതേസമയം ഈ 80 രൂപ ഒരു ചായയ്ക്ക് തികയില്ലാത്ത സ്ഥലമുണ്ട്. 1200 രൂപയുടെ ഒരു ചായ. അത് ചായയായിട്ട് എടുത്തുകൊണ്ട് തരില്ല. വെള്ളം, ചായ ടാബ്ലറ്റ്, പാൽപ്പൊടി, പാൽപ്പൊടി, പഞ്ചസാര കട്ട. ഇത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവച്ച് നിങ്ങൾ അടിച്ചു വരുമ്പോഴേക്ക് ഒന്ന് നിങ്ങൾക്ക് ചായ എടുക്കാൻ അറിയില്ലാത്ത നിങ്ങളിത് കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഒന്നുകിൽ കാശ് കൊടുത്തതല്ലേന്ന് ഓർത്ത് ഇത് മുഴുവനും കൂടി ഒന്നിച്ചിടും. ഈ വെള്ളം മുഴുവൻ ഒഴിക്കാനുള്ളതായിരിക്കില്ല. കാരണം അവിടെ എഴുതിയിട്ടുണ്ടാവും വെള്ളം പാകത്തിന്. പാകാറിയണ്ടേ? പറഞ്ഞ മനസ്സിലായില്ല. പക്ഷെ ഇത് കുടിച്ചിട്ടിറങ്ങി പോരുന്ന സമയത്ത് ഇത് കൊണ്ടവെച്ചവന് ഡാൻസും ഒക്കെ കളിച്ച് തൊപ്പിയൊക്കെ വെച്ച് വരുന്നവനൊരു 101 രൂപ ടിപ്പും അതിനകത്ത് വെച്ച് ഇറങ്ങിപ്പോരുമ്പോൾ നിങ്ങളുടെ തല ഉയർത്തിപ്പിടിക്കുന്ന ഉയർത്തിപ്പിടുത്തവും മറ്റേ 80 രൂപയ്ക്ക് വയറ് ചിള്ളയടിച്ച് ഫിറ്റായിട്ട് ഇറങ്ങുമ്പോഴും അവനെ 2 തെറി പറഞ്ഞിട്ട് പോരുമ്പോൾ ഉള്ള നിങ്ങളുടെ അഹന്തയും താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾ രോഗികളായി പറ്റൂ. തൃഷ്ണയും ആവശ്യവും തമ്മിലുള്ള ഉദാഹരണം മതിയാവുമോ എന്നറിയില്ല. 2 സ്ഥലവും ഞാൻ കാണിച്ചു തരാം. എൻ്റെ കൂടെ പോന്നാൽ മതി. 2ഉം എനിക്കറിയാം. 2ലും ഞാൻ കയറിയിട്ടുണ്ട്. 2ാമത്തതിൽ ഞാൻ പോകുമ്പോഴും എന്നോടൊപ്പമുള്ളവരെ കൊണ്ടുപോകുമ്പോഴും കയറുള്ളൂ. ഞാൻ ചിലരുടെ കൂടെ പോകുമ്പോൾ 2ാമത്തതിൽ കയറും. മനസ്സിലായില്ല? അവരുടെ കൂടെ പോയാൽ 2ാമത്തതിൽ കയറും. എൻ്റെ കൂടെ പോന്നാൽ ആദ്യത്തതിൽ കയറും. കാരണം അത് എൻ്റെ സഞ്ചിയിലെ പൈസയാണ്. എന്താ വിജയ? കാരണം അതെൻ്റെ വിവേകം കൊണ്ട് ആവശ്യത്തിനുള്ളതാണ്. മറ്റതൊരു രസത്തിന് ഇവൻ്റെ ആഡംബരത്തിനുള്ളതാണ്. അവിടെ കൂടെ പോയില്ലെങ്കിൽ സ്വാമി മൂരാച്ചിയായി മാറും. മനസ്സിലായില്ല? ഇപ്പം മനസ്സിലായില്ലേ? ഇനി പോകുമ്പോൾ സൂക്ഷിക്കുക. എൻ്റെ കൂടെ പോരുക, തൻ്റെ കൂടെ പോരണ്ടെന്ന് വെക്കുക. കാരണം ഇതെല്ലാം ഈ എൻ്റെ കൂടെ പോകുന്ന ഒരു ക്ലാസ് കേൾക്കരുതാത്തതാണ്. അത് പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാകില്ല. നിങ്ങളിത് കേൾക്കരുത്. കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മധുര സ്മരണകൾ ഓർമ്മ വരും. ഉദാഹരണങ്ങളുടെ അവസാനം തമ്മിൽ ഇപ്പം തന്നെ പറഞ്ഞു നമുക്കിട്ട് വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രതികരിച്ചത്. അപ്പം അതുകൊണ്ട് ആളുകളെ സംബന്ധിച്ചിടത്തോളം ആവശ്യം എന്ന് പറയുന്നത്, കാരണം സാമീയം കൊണ്ടല്ലേ പോകുന്നത്. അപ്പോൾ മോശമായിടത്ത് കയറാൻ പറ്റുമോ? ഏതാ മോശം? നല്ല സാധനം കിട്ടുന്നിടം. മനസ്സിലായില്ല? വൃത്തിയുള്ളിടം, കുളിച്ചിട്ടുണ്ടാക്കുന്നിടം, മറ്റേത് സ്പ്രേ അടിച്ചിട്ടുണ്ടാക്കുന്നിടം. ക്ലിയർ? ഇതാണ് ഈ ആവശ്യവും
തൃഷ്ണയും തമ്മിലുള്ള അന്തരം. നിങ്ങൾ ഏതൊരു സാധനവും തൃഷ്ണ കൊണ്ടാണോ വാങ്ങിച്ചത്? പഴയൊരു സ്ത്രീ വിവാഹം കഴിച്ച് ഭർത്താവിനോടൊത്തൊരു സാധനം വാങ്ങിക്കാൻ പോയാൽ അവൾ അതിലേറ്റവും ലളിതമായതും പൈസ കുറഞ്ഞതും ആയ ഒരെണ്ണം അങ്ങ് എടുത്തിട്ട് പറയും ഇത് മതി. അപ്പം ഇവൻ പറയും ഇത് പോരാ, ഇന്ന് വേണം, എനിക്കിത് മതി. സഹോദരനൊരു നല്ലത് വാങ്ങിച്ചേരും, എൻ്റെ അമ്മയ്ക്കൊരു നല്ലത് വാങ്ങിച്ചേരും, നിങ്ങളുടെ അമ്മയ്ക്ക് ഞാൻ തിരഞ്ഞെടുക്കാൻ വളരെ കൂടിയ നല്ലതൊരെണ്ണം എടുത്ത്. അവരുടെയൊക്കെ തൃഷ്ണ സാധിച്ചു കൊടുക്കുമ്പോൾ അവരെല്ലാം ഇങ്ങനെ അടിമയായി തീരും ഈ പെണ്ണിന്. മനസ്സിലായില്ല? കലഹം നിൽക്കും. സ്വയം തൃഷ്ണയില്ലാതിരിക്കുമ്പോൾ ആ വീട്ടിലുള്ളവർ ഇവൾ അനുകരണീയയാണെന്ന് ധരിക്കുകയും അവളെ കാണുമ്പോൾ ഭയഭക്തി ബഹുമാനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ലോകത്തെന്നും വിനയാന്വിതമായി മര്യാദാമസൃണമായി ലളിതമായി ജീവിക്കുന്നവരെ കാണുമ്പോൾ മാത്രമേ ആന്തരികമായ ബഹുമാനമുണ്ടാവൂ. ബാക്കി കാണുമ്പോഴുള്ള പൊങ്ങച്ചവും പോകുമ്പോൾ തന്തയ്ക്ക് പറച്ചിലുമാണ്. മനസ്സിലായില്ല? സ്വാമിമാരെ കുറിച്ചാണെങ്കിലും അതെ. ഓ, ഇങ്ങനെയാ സ്വാമിമാർ നടക്കുന്നത്, അസൂയ കാരണമാണ്. നിങ്ങളെക്കുറിച്ചാണെങ്കിലും അതെ. അതുകൊണ്ട് ഇതില്ലാതിരിക്കണം എങ്കിൽ ലാളിത്യം വരണം. ലാളിത്യം വിവേകത്തിൻ്റെ സന്താനമാണ്. ആഡംബരങ്ങളെല്ലാം തൃഷ്ണയുടെ സന്താനമാണ്. പലപ്പോഴും ആവശ്യം ബലി കഴിച്ചാണ് ആഡംബരങ്ങൾ. Am I right? ഇത്രയും കാര്യമായി മനസ്സിലാക്കിയാൽ വിവേകം വരുമ്പോൾ സ്ഫുരണം നിർത്തുന്നു. മയിൽപ്പേട ദുർലംഘേഷു അപരിഹാര്യ കാര്യങ്ങളിൽ പദം തത്തേ കൂടുകൂട്ടുന്നു. അവിടെയാ പ്രവർത്തിക്കുന്നത്. മോഹാവരണം കൊണ്ട് പരിസ്ഫുരണമുണ്ടാവുകയും വിവേകത്തിൻ്റെ ഉദയം കൊണ്ട് നിഷ്പ്രഭമാവുകയും ദുർഘട കാര്യങ്ങളിൽ കടന്നു ചെല്ലുകയും ചെയ്യുന്ന തൃഷ്ണ വർഷകാലത്ത് സ്ഫുരിക്കുന്ന പീലികളോടുകൂടിയതും ശരൽക്കാലത്ത് നൃത്തം നിർത്തുന്നതും ദുർഗമസ്ഥാനങ്ങളിൽ കൂടുകെട്ടിപ്പാർക്കുന്നതും ആയ മയിൽപ്പെണ്ണാണ്. മയിൽപ്പെണ്ണിനോടാവും വയ്യത്. അടുത്ത ശ്ലോകം ജഡകല്ലോല ബഹുലാം ചിരം ശൂന്യന്തരന്തരാം ക്ഷണമുല്ലാസമായാതി തൃഷ്ണാ പ്രാവൃത്തരംഗിണി ജഡകല്ലോല ബഹുലാം ചിരം ശൂന്യന്തരന്തരാം ക്ഷണമുല്ലാസമായാതി തൃഷ്ണാ പ്രാവൃത്തരംഗിണി. തൃഷ്ണ പ്രാവൃത്തരംഗിണിയാണ്. വർഷകാലത്തിലെ നദിയാണ്. വർഷകാലത്തിലെ നദി കലങ്ങി മറിഞ്ഞൊഴുകുന്നതാണ്. വർഷകാലത്തിലെ നദി തീരത്തെ വൃക്ഷങ്ങളെ മുഴുവൻ വലിച്ചിട്ട് കൊണ്ടുപോകുന്നതാണ്. വർഷകാലത്തിലെ നദി പോലെയാണ് തൃഷ്ണ കടന്നു വരുന്നത്. നോക്കിയാൽ അറിയാം.
സരിത്, പ്രാവിഡ് സരിത, വർഷകാല നദി. വർഷകാല നദി ഒന്ന് പെയ്തിറങ്ങിയപ്പോൾ മന്ത്രിസഭ വരെ വെള്ളത്തിലായി. തൃഷ്ണ കാരണമാണ്. നല്ലൊരു പ്രോജക്റ്റ് ഉണ്ടാക്കി കൊണ്ടുപോയി മുഖ്യമന്ത്രിയെ കാണിക്കുകയോ ചെയ്തേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള ബിസിനസ്സുകാരെയൊക്കെ കാണിച്ചു. തീരത്തുള്ള എല്ലാ നദിയും വീണു. അവിടെ ഇവിടെയൊക്കെ വളവിലും തിരിവിലും തട്ടിയും മുട്ടിയും നിന്നിട്ട് ഞാൻ വീണിട്ടില്ല എന്ന് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നടക്കുകയില്ലെന്ന് കാഴ്ചക്കാരായ മാധ്യമങ്ങൾ. ഇത് പ്രാവൃത് തരംഗിണിയാണ്. ഇതും കൂടെ ഉദ്ദേശിച്ചിരുന്നോ വസിഷ്ഠൻ എന്നാൽ വാൽമീകി എന്നറിയില്ല. പ്രാവൃത് തരംഗിണി, സരിതരി. സംസ്കൃതത്തിൽ അങ്ങനെയാണ് പറയുക. പദമൊക്കെ ചേരുന്നതാണ്. തൃഷ്ണ ഒഴുകിയെത്തിയാൽ എല്ലാത്തിനെയും വലിച്ചു താഴിടും. ഇപ്പം നോക്കിയാൽ മതി, ഇതിനിടയിൽ ഒരു ലാഭം കിട്ടുന്ന ഒരു സാധനത്തിൻ്റെ പരസ്യം അവിടെ നിന്ന് ഉണ്ടായാൽ മതി. യോഗ വാസിഷ്ടമൊക്കെ എടുത്ത് നിങ്ങളോടും ആരാണ് ആദ്യം വാങ്ങിക്കേണ്ടതെന്നുള്ള സംശയം ഉണ്ടാകും. 100 തവണ പറ്റിച്ചിട്ട് പോയവൻ 101ാമത്തെ തവണ ഒരു അഭ്യാസവുമായിട്ട് വന്നാലും മനുഷ്യൻ വീഴും. 100 തവണ പറ്റിയവൻ 101ാമത് പിന്നെയും വീഴും. അതിലൊക്കെ രസം, പറ്റിക്കാൻ ആദ്യം തീരുമാനിച്ചവൻ മറ്റൊരുത്തൻ പറ്റിക്കുമ്പോൾ അതിൽ ചെന്ന് വീഴും. കാരണം നിങ്ങളോടിപ്പോൾ പറയുകയാണ് ഇന്നിടത്ത് ഇന്ന സാധനം വിതരണം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് നിങ്ങളെയൊക്കെ ഇവിടുന്ന് ഓടിച്ചാൽ കുറേ കഴിഞ്ഞ് നിങ്ങളെല്ലാം ഓടിക്കഴിഞ്ഞ് പിന്നെ വന്ന ഒരുത്തൻ ഓടുമ്പോൾ പറഞ്ഞവന് സംശയമാവും, ഞാൻ പറഞ്ഞതിന് ശരിയായോ, അവിടെ അത് വിതരണം ഉണ്ടോ, ഞാനും പോയി നോക്കിയേക്കാവും തീരും. മനസ്സിലായില്ല? ഓരോ പവൻ അവിടെ വിതരണം ചെയ്യുകയാണ് ഫ്രീ ആയിട്ടെന്ന് ഞാനിവിടെ ഇരുന്ന് പറഞ്ഞു. നിങ്ങൾ ഓരോരുത്തരായിട്ട് പോയി. അവസാനത്തെ ആളിറങ്ങാറാവുമ്പോഴേക്ക് ഇനി എങ്ങാനും ഒരു പവൻ വിതരണം ചെയ്യുന്നുണ്ടെങ്കിലോ എന്ന് വിചാരിച്ച് ഞാനും പോവും. അതാണ് തൃഷ്ണ. അതുകൊണ്ട് തൃഷ്ണ കയറി വന്നാൽ അതിലൊന്നുമില്ല. എന്തിലും തൃഷ്ണ ഉണ്ടാക്കിയാൽ എന്തും മേടിച്ചെടുക്കാം. തൃഷ്ണ വേണമെന്ന് മാത്രമേ ഉള്ളൂ. തൃഷ്ണ പോയി വിവേകം വരുമ്പോഴാണ് പീഡിപ്പിച്ചു, അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നത്. അത് കേട്ട് എല്ലാവരും അങ്ങ് വിശ്വസിക്കും. തൃഷ്ണ കൊണ്ടായി കൂട്ടുകെട്ടെല്ലാം. തൃഷ്ണ അങ്ങോട്ട് കയറിയാൽ അടുപ്പം കൂടും. രാവിലെ അമ്മ ദോശ ഇടുന്ന സമയത്ത് പഴയ കാലത്ത് ഈ എള്ളെണ്ണയുടെ മണം വരും. ഇപ്പം ഇല്ല. പിള്ളേർക്ക് മതം ഉണ്ടാകുന്നൊരു സാധനമാണ് ഈ നല്ലപോലെ അരച്ച ഒരു 3 നാഴി അരിയും 1 പിടി ഉലുവയും ഒക്കെ ഇട്ട് നല്ലപോലെ അതും അരച്ച് അതിൽ നാഴി ഉഴുന്നും നല്ലപോലെ അരച്ച്, ഉഴുന്നരയ്ക്കുമ്പോൾ നല്ല പറക്കുന്ന പരുവത്തിൽ അരച്ച് നല്ല കല്ലിലരച്ച് യോജിപ്പിച്ച് കലക്കി അമ്മ അവിടെ വെച്ചാൽ അമ്മയുടെ ആ കൈപുണ്യവും മനസ്സും പോലെ ഇത് പുളിക്കും. ചില പെണ്ണുങ്ങൾ കലക്കി വെച്ചാൽ പുളിക്കുകയില്ല, കാരണം മനസ്സങ്ങനെയാണ്. എന്നിട്ട് ദോശ തടി പോലെ ഇരിക്കും. അത് ഈ കാറ്റാപ്പുൾട്ടെ വെച്ചൊരടി അടിച്ചാൽ 2 പട്ടി ഒന്നിച്ച് ചെയ്യാവും. മനസ്സിലായില്ല? ഇതിനൊരു മനസ്സുണ്ട്, അതുകൊണ്ടാണ് ഇത് പുളിക്കുന്ന പാകത്തിന്. അപ്പോൾ രാവിലെ ചുടാൻ നേരത്ത് നല്ലപോലെ പൊങ്ങി നിൽക്കും, നല്ല സോഫ്റ്റായിരിക്കും. അപ്പോൾ അമ്മ ഇതിങ്ങനെ നല്ല എള്ളെണ്ണ പുരട്ടിയിട്ട് ഇങ്ങനെ കോരി ഒഴിക്കുമ്പോൾ ഇതിൻ്റെ മണം മതിക്കുന്നത് വരും. അപ്പോൾ ഇവൻ ഓടിച്ചില്ലും. കാരണം വെച്ചാൽ ഇത് ഈ ചട്നി ഇല്ലാതെ സാമ്പാറില്ലാതെ പല്ല് തേക്കാതെ 2 എണ്ണം തിന്നുക എന്ന് പറഞ്ഞാൽ പരമാനന്ദ സുഖമാണ്. അത് തൃഷ്ണ കാരണമാണ്. അപ്പോഴാണ് അമ്മ ഈ തൃഷ്ണ വെച്ചുകൊണ്ടാണ് ഇവനെ പല്ല് തേപ്പിക്കുന്നത്. മനസ്സിലായില്ല? പല്ല് തേച്ചിട്ട് വന്നാൽ തരാം. ഓ എന്നാൽ ഇനി പല്ല് തേക്കാം. പല്ല് തേച്ചിട്ട് വരുമ്പോൾ പറയും കുളിച്ചിട്ട് വന്നാൽ തരാം. ഒന്നും നടക്കുകയില്ല.
അപ്പോഴാ മുറിഞ്ഞു പോയ ദോശയ്ക്കാണ് ഏറ്റവും സ്വാദുള്ളത്. അതൊരെണ്ണം കിട്ടിയാലും മതി. അപ്പോൾ കുളിയും കഴിഞ്ഞൊക്കെ വന്ന് നിൽക്കുമ്പോൾ ഈ സാധനം ഇങ്ങനെ ചുട്ട് മറിക്കുന്ന സമയത്ത് ആ തൃഷ്ണ കയറുന്നതിനനുസരിച്ചാണ് അമ്മ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. ആ സമയത്താണ് അമ്മ ഇവനെ കൊണ്ട് കലം കഴിയിപ്പിക്കുന്നത്, മുറ്റം തൂപ്പിക്കുന്നത്, പഠിക്കുന്നത്, സകല പണി ആ സമയത്തായിരുന്നു. ദോശ കൊടുക്കൽ ഒഴിച്ച്, അതായത് ഈ ആലുവായിൽ നിന്ന് തൊടുപുഴയ്ക്ക് പണ്ട് തുണി കൊണ്ടുപോകുന്ന കാളവണ്ടിയുണ്ട്, അതുപോലെയാണ്. നല്ല കാളവണ്ടിക്കാരൻ ഈ കാളയെ കെട്ടിക്കഴിഞ്ഞാൽ ഉടനെ കാളയ്ക്കെത്താത്ത അകലത്തിലൊരു കമ്പയിൽ പുല്ലൊരു കെട്ട് വെച്ചേക്കും. ഇത് പിടിക്കാൻ നാക്ക് നീട്ടിക്കൊണ്ടാണ് ഓടുന്നത്. അവിടെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ, തൊടുപുഴ എത്തിക്കഴിഞ്ഞാൽ ഇതിനെ അഴിച്ച് അങ്ങോട്ട് കിട്ടി കുറേ വൈക്കോലിട്ട് കൊടുക്കും. ഈ പുല്ല് എന്നും വെക്കാനുള്ളതാണ്. മനസ്സിലായില്ല? ഇങ്ങനെയാണ് തൃഷ്ണയിലൂടെ മാനവൻ നയിക്കപ്പെടുന്നത്. കാളവണ്ടി മനസ്സിലായി? വണ്ടിയെ കിട്ടിയ കാളെ തിരിച്ചറിയും. വണ്ടിയെ കിട്ടിയ കാളയെ അറിഞ്ഞിട്ട് പോകണം. അപ്പം ഈ കാളപ്പരുവത്തിലാണ് ജീവിക്കുന്നത്. ഇതിന് പകരം വിവേകപൂർവം ആയാൽ പണിയെടുപ്പോയി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സമയമായെന്ന് തോന്നുന്നു. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. മൂന്നാമത്തത് ആത്മാവിൻ്റെ സ്വന്തം. മാതാവിൻ്റെ ഒന്ന്, പിതാവിൻ്റെ ഒന്ന്, സ്വന്തം. അതിന് പറയുന്നത് പിതൃജം, മാതൃജം, ആത്മജം. ഓം സ്ഥാപകായ ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ഹരി ഓം. ഹരി.